വിനീത് ശ്രീനിവാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടിട്ട് എനിക്കതിലൂടെ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നോക്കുവാണെങ്കിൽ സിനിമയുടെ പ്രസന്റിലെ കഥ നടക്കുന്നത് ഏത് വർഷമാണെന്ന് കറക്റ്റായിട്ട് സിനിമയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്നിരുന്നാൽ പോലും ഫ്ലാഷ് ബാക്കിലെ കഥ കാണിക്കുന്ന സമയത്ത് വേണു എന്ന കഥാപാത്രത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സീൻ കാണിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1973 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് 50 വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോഴത്തേക്ക് 2023 കൃത്യമായിട്ട് പ്രസന്റിലെ കഥ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. സിനിമയുടെ പേരിലും പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് ഈ ഒരു കഥാപാത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ള ഹൃദയം എന്ന ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടർ സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ പേരിന് ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇഷ്ടപ്പെട്ട പെണ്ണിന് ദർശന എന്നും, രണ്ടാമത് സ്നേഹിച്ച പെണ്ണിനെ മായ എന്നും, മൂന്നാമത് സ്നേഹിച്ച് തന്റെ ജീവിതകാലം മുഴുവനും കൂടെയുള്ള പെണ്ണിന്റെ പേര് നിത്യ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തില് മുരളി എന്നീ രണ്ട് കഥാപാത്രങ്ങളുടെ പേരിന്റെ അർത്ഥം വരുന്നത് ഓടക്കുഴൽ എന്നാണ്. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ അവരുടെ രണ്ടുപേരുടെ സൗഹൃദത്തിന് മൂല്യം കൊടുക്കുന്ന രീതിയിലാണ് രണ്ടുപേരുടെ പേരുകൾക്ക് അർത്ഥം വന്നിരിക്കുന്നത്. ഹൃദയം എന്ന സിനിമയിലെ ഇന്റർവെൽ ടൈമിലാണ് ആ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ട സമയത്താണ് ആ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിലെ സീൻ കാണിക്കുന്ന സമയത്ത് വേണു എന്ന കഥാപാത്രം അച്ഛന്റെ കയ്യിൽ തല്ല് വാങ്ങിയിട്ട് മുറിയിൽ പോയിരുന്ന് കരയുന്നതായിട്ട് കാണാം. അച്ഛൻ തല്ലാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് വേണു ആ ചൂരിലെടുക്കുന്നത് വീടിന്റെ മുൻവശത്ത് നിന്നാണെന്ന് നമുക്ക് കാണാം. പിന്നീട് വേണു ആ റൂമിൽ ചെന്നിരുന്ന് കരയുന്ന സമയത്ത് വേണുവിന്റെ അനിയത്തി വന്ന് പരിപ്പട കൊടുക്കുന്ന സമയത്ത് ആ ഒരു സീനിൽ നമുക്ക് അവിടെ ആ ഡെസ്കിന്റെ മുകളിലായിട്ട് ഒരു ചൂരിലിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണുവിന്റെ റൂമിൽ വന്നു അച്ഛൻ തല്ലാറുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിനിമയിൽ ആനി എന്ന കഥാപാത്രം ഒരുപാട് സംഗീതവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതിന്റെ പല സൂചനകളും നമുക്ക് ആ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് തന്നെ ആനിയുടെ വീട് കാണിക്കുന്ന സമയത്ത് അവിടെ നിറയെ ബുക്കുകൾ ഷെൽഫിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആനി എന്ന കഥാപാത്രം ജോൺ എന്ന കഥാപാത്രത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് മുരളിയെ കാണാൻ വരുന്ന സമയത്തും ആ ഒരു കഥാപാത്രത്തെ കാണിക്കുന്ന സമയത്ത് ആനിയുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ബുക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു കഥാപാത്രത്തിന്റെ വായനാശീലത്തെ എടുത്തു കാണിക്കുന്ന രീതിയിൽ ആ ഒരു കഥാപാത്രം ബുക്ക് വായിച്ചതിന് ശേഷം ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആ ഒരു കഥാപാത്രത്തിന്റെ വായനാശീലത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. മുരളി എന്ന കഥാപാത്രത്തിന് ആനയോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ട് ആനയെ കാണാൻ വേണ്ടി കോളേജിലേക്ക് വരുന്ന സമയത്ത് മുരളിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരഡിക് ഷിഫ്റ്റ് എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ് മുരളിയുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഈ പാരഡിക് ഷിഫ്റ്റ് എന്ന പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ ആ ഒരു വാക്കിന്റെ അർത്ഥം വരുന്നത് പെട്ടെന്നുള്ള മാറ്റം എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ആ ഒരു സീനുമായിട്ട് ആപ്റ്റ് ആവുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പായിട്ട് കോളേജിൽ വെച്ച് ആനയെ മുരളി കാണുന്ന സമയത്ത് മുരളി പറയുന്നുണ്ട് താനൊരു പൂവാലനല്ലെന്ന്. അതിനുശേഷം ആനയോട് തനിക്ക് പ്രണയം തോന്നിയതിനു ശേഷമാണ് ആനയെ കൂടെ കൂടെ കാണാൻ വേണ്ടി കോളേജിലേക്ക് മുരളി വരുന്നത്. സോ ആ ഒരു സമയത്ത് അവനിലുണ്ടായ ആ ഒരു മാറ്റം പോലെയാണ് ആ ഒരു കയ്യിലിരിക്കുന്ന ബുക്കിന്റെ പേരും തമ്മിൽ സാമ്യതപ്പെട്ടിരിക്കുന്നത്. അതായത് ആ മുരളി എന്ന ക്യാരക്ടറിൽ പെട്ടെന്നുണ്ടായ ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ആനയെ കാണാൻ വേണ്ടി മുരളി അവരുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആനയുടെ ചേച്ചി പറയുന്നുണ്ട് നീ വന്നതിന് ശേഷമാണ് അവൾക്ക് ഇത്ര മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് അവൾ ആരോടും മിണ്ടത്തില്ല, അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ആനയുടെ ചേച്ചി പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴും മുരളിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പകാലത്ത് അവർ അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷമുള്ള ആ ഒരു ഇമ്പാക്ട് ആണ് അവളിൽ കാണുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആനയും ആനയുടെ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷനെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനയുടെ ചേച്ചി പറഞ്ഞ കാര്യമാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ അവൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റി നോക്കുവാണെങ്കിൽ അത് ഈ ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നീട് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മുരളിയാണെങ്കിൽ നാട് വിട്ടു പോയതിനു ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് വേണുവിന് നമുക്ക് മദ്രാസിലേക്ക് പോകാമെന്ന രീതിയിൽ കത്തയക്കുകയുണ്ടായി. അങ്ങനെ രണ്ടുപേരും കൂടി മദ്രാസിലേക്ക് പോവുകയും അതിനുശേഷമാണ് ജീവിതകഥകൾ എന്ന ഗാനം കാണിക്കുന്നത്. അതിനു മുമ്പായിട്ട് ആ കത്ത് വേണുവിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ആ ഒരു ക്ലാസ് റൂം സീൻ കാണിക്കുന്ന സമയത്ത് അതിന്റെ ബോർഡിലായിട്ട് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുരളി മുഴുകുടിയനായിട്ട് കഴിയുന്ന സമയത്ത് മുരളിയെ കാണാൻ വേണ്ടി വേണു വരുന്ന സീനുണ്ട്. ഈ സമയത്തായി നിലത്താണെങ്കിൽ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വേണു കുടിച്ചിരുന്ന കുപ്പികളൊക്കെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വേണു മുരളിയുടെ റൂമിലേക്ക് കയറുന്ന സമയത്ത് റൂമെല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നതെങ്കിലും എന്നാൽ മുരളി ഉപയോഗിച്ചിരുന്ന വയലിന് അതിന് യാതൊരു കേടുപാടുകളും ഇല്ല, അതിന് സുരക്ഷിതമായിട്ട് ആ ടേബിളിന്റെ മുകളിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം മുരളിയുടെ താല്പര്യം പോയെങ്കിലും തന്റെ കലയോടുള്ള ബഹുമാനവും ആത്മാർത്ഥതയും നഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആനി എന്ന കഥാപാത്രം മുരളിയെ കാണാൻ വേണ്ടി വരുന്ന സീനുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആനി എന്ന കഥാപാത്രത്തെ കാണാൻ വേണ്ടിയിട്ട് മുരളി വരുന്ന സീനുണ്ട്. ആനി എന്ന കഥാപാത്രം മുകളിലും മുരളി എന്ന കഥാപാത്രം താഴെ നിൽക്കുന്നതുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പടികൾ ഓടിക്കേറി ആനിയുടെ അടുത്തേക്ക് വരുന്ന മുരളിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം മുരളിയെ കാണാൻ വരുന്ന ആനയെ കാണിച്ചിരിക്കുന്നത്. അതായത് മുരളി മുകളിൽ നിൽക്കുകയും ആനി പതിയെ പതിയെ മുരളിയെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പടി കയറി വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിതിൻ മോളി എന്ന ക്യാരക്ടറിനെ തുടക്കത്തിൽ കാണിക്കുന്ന സമയത്ത് ഒരു തലക്കരമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ വേണുവിന് ഷെയ്ക്കാൻ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അയാളുടെ സ്വഭാവത്തിന് മാറ്റം വരികയും അയാൾ വേണുവിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം നിതിൻ മോളി വരുന്ന സമയത്ത് കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം കൂടുതലും പണക്കാരും അതുപോലുള്ള ആളുകളൊക്കെ തന്റെ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നാണ് യാത്ര ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് തുടക്കത്തിൽ നിതിൻ
നിതിൻ മോളിയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് തന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും താൻ കോ പാസഞ്ചർ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള മാറ്റത്തിൽ താൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലൂടെ നിതിൻ മോളി എന്ന ക്യാരക്ടറിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രാധാന്യമുള്ള കഥാപാത്രമാണ് കേശവദേവ് എന്ന അജു വർഗീസ് ചെയ്തിട്ടുള്ള കഥാപാത്രം. മകൻ കേശവദേവ് നിർത്തിവെച്ചിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതായിട്ട് കാണിക്കുന്ന സീനിൽ അച്ഛന്റെ പഴയകാല ഫോട്ടോ എടുത്ത് നോക്കുകയും അതുപോലെ തന്നെ അച്ഛൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സീനിൽ ജയൻ കേശവദേവ് നോക്കുന്നത് അച്ഛനും വേണു എല്ലാം നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സീനിൽ ഭിത്തിയിൽ അച്ഛന്റെ കോട്ടിട്ടിരിക്കുന്ന ഫോട്ടോയും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.